ഒരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നന്ദി പ്രമേയ ചർച്ച വന്നപ്പോൾ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കി. ഞാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളം കൂട്ടാക്കാതെ ഞാൻ ശക്തമായിട്ട് എൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ ദേഷ്യം മുഴുവൻ പിറ്റേ ദിവസം എന്നോട് തീർത്തു അദ്ദേഹം. എന്നാലും കാണുമ്പോൾ ഒരു സ്നേഹം കാണിക്കാറുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരുപാട് തവണ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, വാക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമുണ്ട്. ഒരു കാര്യത്തിലങ്ങ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതറ്റം വരെയും പോകും. എതിർഭാഗത്തുള്ളവരോട് മയം കാണിക്കാറില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷെ ആ രീതിയെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എതിർഭാഗത്തുള്ളവരോട് മയം കാണിക്കാതിരുന്നു പറയുന്ന ലീഡറുടെ മകനാണ്. അതെ, പാമോലിൻ കേസ് ഈ ഓരോ പല കേസുകൾ ആലോചിക്കുമ്പോൾ നമ്മൾ പാമോലിൻ കേസ് ആദ്യം വരുന്നത് കെ കരുണാകരനെതിരെ VS അച്യുതാനന്ദൻ എടുത്ത് പ്രയോഗിച്ച ആയുധമാണല്ലോ. തുടർച്ചയായി വേട്ടയാടും. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡ് വരെ പോകും. അവസാനത്തെ അതിൻ്റെ റിസൾട്ടിന് വരെ അദ്ദേഹം കാത്തിരിക്കുന്നുള്ളതാണ്. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകുന്നത് വരെ ആ പോരാട്ടത്തിൻ്റെ ഒരു തരിമ്പും ഇടവേള അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് മാറുന്ന അതെ അതെ, ജയിലിൽ പോയി, അതായത് ശിക്ഷിച്ചു, ജയിലിലായി, ജയിലിൽ നിന്ന് കിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നുള്ളതിന് അദ്ദേഹം അപ്പം തന്നെ വാർത്താസമ്മേളനം വിളിച്ചു. നിങ്ങൾ വിചാരിക്കും ബാലകൃഷ്ണപിള്ള ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, നല്ല പഞ്ചനക്ഷത്ര സൗകര്യത്തോടെ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം വിളിച്ച് ജനങ്ങളോടൊന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അങ്ങനെയാണ് ഒരു വിഷയത്തിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ കാണുക എന്നുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ട് VSലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൂടിയായിരിക്കും. കാരണം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. പിന്നെ നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും അഴിമതി ആരോപണങ്ങൾക്ക് സ്കോപ്പുണ്ട് പലതരത്തിലുള്ള. കേരളം താരതമ്യേന അങ്ങനെ രാഷ്ട്രീയക്കാർ വലിയ അഴിമതി കാണിക്കുന്ന ഒരു സംസ്ഥാനമല്ല. അത് മാധ്യമങ്ങളെല്ലാം കൂടെ നിരന്തരം ഇങ്ങനെ ചർച്ച ചെയ്ത് രാഷ്ട്രീയക്കാരെ അഴിമതിക്കാരാക്കുന്നതാണ്. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരുടെ അഴിമതി, രാഷ്ട്രീയക്കാരങ്ങനെ അഴിമതി കാണിക്കാൻ കഴിയില്ല. കേരളത്തിൽ അത്രമേൽ ജനം ഓഡിറ്റ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് കേരളം. കൂടുതൽ അതിനേക്കാൾ ആഴത്തിലുള്ള അഴിമതി എക്സിക്യൂട്ടീവിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എങ്കിലും ചെറിയൊരു അഴിമതി ആരോപണം പോലും ഇവിടെ ക്ഷമിക്കുകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയിട്ടേയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കറപുരളാത്ത പ്രതിച്ഛായയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതെല്ലാം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ കാലയളവ്, ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതം പൂർത്തിയാക്കി പോകുമ്പോൾ അത് ചെറിയ കാര്യമല്ലല്ലോ, വലിയ സംഭവമാണ്. അതെ അതെ.